യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുമാനായ ജ്യേഷ്ഠ സഹോദരൻ ചാത്തൻകുട്ടി, അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല ചോദിച്ചിട്ടുള്ളത്, മറിച്ച് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ വശത്തിൻ്റെ ഉത്തരം അവസാനത്തെ വശത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതേ അവസാനം ചോദിച്ചത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന് പറയുന്നുണ്ട്, എല്ലാവരും മരിക്കുമെന്ന് പറയുന്നുണ്ട്, പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെന്താ മരിക്കാത്തതെന്നാണ്. അത് തന്നെയാണ് പ്രശ്നം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകമായ രീതിയിൽ പടച്ച തമ്പുരാൻ്റെ ഒരു അനുഗ്രഹമായി അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം രണ്ടാം പ്രാവശ്യം ഇവിടെ വരും, അദ്ദേഹം മരണപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹം മരണത്തിൽ നിന്ന് അതീതനല്ല, അദ്ദേഹം മരണപ്പെടുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ക്രിസ്തു യേശുവിൻ്റെ ജനനം അത്ഭുതമാണ്, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചും അത്ഭുതമാണ്, ബൈബിൾ പ്രകാരവും അത്ഭുതമാണ്. അത് കന്യകയായൊരു സ്ത്രീയിൽ ആണ് യേശു ക്രിസ്തു ജനിച്ചത് എന്നതാണ് ആ അത്ഭുതം. അദ്ദേഹം ചെയ്ത പല അത്ഭുതങ്ങളും അതേപോലെ തന്നെ അത്ഭുതകരമാണ്. പടച്ച തമ്പുരാൻ വളരെ കുറച്ചു കാലം മാത്രം പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച യേശു ക്രിസ്തുവിനെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യേകമായ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ, അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങളുടെ ശത്രുക്കൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞ് സാഷ്ടാംഗം നമിച്ച് പ്രാർത്ഥിച്ച പടച്ചവൻ ഒരു പ്രത്യേക അത്ഭുതത്തിലൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനും അവസാന നാളുവരെയുള്ള മനുഷ്യർക്ക് മുഴുവനും പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച്, പടച്ച തമ്പുരാൻ്റെ ഇടപെടലിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ള ദൃഷ്ടാന്തമാക്കുവാനും അദ്ദേഹത്തെ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പടച്ചവൻ അദ്ദേഹത്തെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തു. അദ്ദേഹം രണ്ടാം തവണ വരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം രണ്ടാം തവണ വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിപ്പിച്ച പ്രചരണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട്, കുരിശിനെ തകർത്തുകൊണ്ട്, യഥാർത്ഥമായ ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ള സത്യം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട്, മുഹമ്മദ് നബി പഠിപ്പിച്ച ശരീഅത്തനുസരിച്ച്, ജീവിത മാർഗദർശനമനുസരിച്ച് ആളുകളെ നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ജീവിക്കുക. അങ്ങനെ അദ്ദേഹം ഇവിടെ മരണപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാബിർ, തിരുവനന്തപുരം. ഇവിടെ മനംമാറ്റത്തിലൂടെ വ്യവസ്ഥിതി മാറി വരാത്തത് കൊണ്ടാണ് മറ്റു വ്യവസ്ഥിതികളെല്ലാം തകർന്നു പോയി എന്ന് ഇവിടെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ സെഷനിൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹിക പരിഷ്കരണത്തിലൂടെ, മനംമാറ്റത്തിലൂടെ മാറി വന്ന ആ ഒരു സമൂഹവും പിൽക്കാലത്ത് ഖലീഫമാരുടെ തന്നെ കൊല്ലപ്പെടുകയും പ്രവാചകന്മാരുടെ അനുചരന്മാർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭവും ആ ഒരു വ്യവസ്ഥയെ താഴ്ന്നു പോകുന്ന സന്ദർഭവും നമ്മുടെ ചരിത്രത്തിൽ കാണുമ്പോൾ, അപ്പോൾ ആ ഒരു വ്യവസ്ഥയുമായ ഒരു കമ്പാരിസൺ നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പ്രവാചകന് ശേഷം മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങളുണ്ടായി എന്നത്, വ്യവസ്ഥിതി തകർന്നു എന്നത് ആ വ്യവസ്ഥിതിയുമായുള്ള താരതമ്യ പഠനത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ എന്നാണ് സഹോദരൻ ജാബറിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇവിടെ താരതമ്യം ചെയ്തത് എന്താണ്? ഒരു വ്യവസ്ഥിതി എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ആദർശം, ആ ആദർശത്തെ പൂർണ്ണമായും അദ്ദേഹം പഠിപ്പിച്ച എല്ലാ ആശയങ്ങളെയും പൂർണ്ണമായും പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ജനങ്ങളെ, വ്യക്തികളെ സംസ്കരിച്ചുകൊണ്ടൊരു സമൂഹ സൃഷ്ടി സാധിച്ചുകൊണ്ട് കേവലം 23 വർഷ കാലഘട്ടം കൊണ്ട് അത് സാധിച്ചപ്പോൾ, അതേസമയം തല കുത്തനെ മുകളിൽ നിന്ന് താഴേക്ക് വരണം വ്യവസ്ഥിതിയുടെ മാറ്റമെന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിച്ച ആളുകളെല്ലാം മനുഷ്യ സമൂഹത്തിന് ദുരിതങ്ങളും പ്രയാസങ്ങളും സംഭാവന ചെയ്തുകൊണ്ടാണ്
കടന്നുപോയത് എന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആ വിഷയം അവതരിപ്പിച്ച മുസ്തഫ തൻവീർ ആ കാര്യത്തെ താരതമ്യത്തിന് വിധേയമാക്കിയത്. യഥാർത്ഥത്തിൽ വ്യവസ്ഥിതിയുടെ മാറ്റം എന്ന് പറയുന്നത്, ആ വ്യവസ്ഥിതിയുടെ, നിങ്ങൾ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കുക, വ്യവസ്ഥിതിയുടെ മാറ്റം മുകളിൽ നിന്ന് താഴേക്ക് ഉള്ള രൂപത്തിൽ പരിശ്രമിച്ച ആളുകളുടെ ഏത് തത്വശാസ്ത്രമാണെങ്കിലും ഏത് ദർശനമാണെങ്കിലും ആത്യന്തികമായി അത് കുഴപ്പങ്ങൾക്കും മാനവവിരുദ്ധക്കും കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മാത്രമേ കാരണമായിട്ടുള്ളൂ എന്നാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അതേസമയം പ്രവാചകന്മാർ സൃഷ്ടിച്ച ഒരു സാമൂഹ്യ പരിവർത്തനമുണ്ട്. അത് താഴെ നിന്ന് മുകളിലേക്കാണ്. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യ വ്യക്തിയെ സംസ്കരിച്ചുകൊണ്ട് അയാൾ പോകുന്ന രംഗങ്ങളെ സംസ്കരിക്കുക എന്ന രീതിശാസ്ത്രമാണ്. അത് എവിടെയാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ മാത്രമല്ല, മറ്റേത് ചരിത്രത്തിലാണെങ്കിലും പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രത്തിലാണെങ്കിലും അത് സൃഷ്ടിച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അത് ചിലപ്പോൾ ഒരു രാഷ്ട്ര സംവിധാനത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും ആ ഗ്രൂപ്പ് മാതൃകാപരമായിരുന്നു. അവരിൽ ഈ കാര്യങ്ങളെല്ലാം പ്രയോഗവൽക്കരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം മുസ്ലിം ലോകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പക്ഷേ ആളുകളെ കലാപമുണ്ടാക്കി മറ്റുള്ളവരെ കൊല്ലുക എന്ന തലത്തിലായിരുന്നില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ, പരസ്പര സംഘടനകൾ ഉണ്ടായപ്പോൾ തന്നെ അടിസ്ഥാനപരമായ ആദർശത്തിലേക്ക് അവർ തിരിച്ചു വരികയും ആ സംഘടനകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ പിൽക്കാലഘട്ടത്തിൽ കാണുന്നത്. സ്വാഭാവികമായും മനുഷ്യ വ്യക്തികൾ എന്നുള്ള നിലക്ക് ഏത് സമയത്തും പൈശാചികമായ പ്രലോഭനങ്ങൾ ആർക്കും ഉണ്ടാകാം. ഇവിടെ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ച സമൂഹത്തിൽ അവർക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ കലാപം ഉരുണ്ടുകൂടിയപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിലേക്ക് അവർ വരികയും പ്രവാചകൻ്റെ ചര്യയുടെ അടിസ്ഥാനത്തിലേക്ക് അവർ വരികയും ചെയ്തപ്പോൾ അവിടെയെല്ലാം പ്രശ്നങ്ങളില്ലാതെയാകുന്നതാണ് കാണുന്നത്. ഭൗതിക ദർശനങ്ങളെ നമ്മൾ ആ രൂപത്തിലല്ല ചരിത്രത്തിൽ കാണുക. മറിച്ച് അവർ ആദ്യം മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്ര നിർമ്മിതി നടത്തും. പിന്നെയോ അവരുടെ പ്രത്യയശാസ്ത്രം പൂർണ്ണമായും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിൽ രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും അതിനകത്തുള്ള ആളുകൾ, ആ പ്രത്യയശാസ്ത്രത്തിനകത്തുള്ള ആളുകൾ തന്നെ ശത്രുക്കളായി മാറും. അവർ വർഗശത്രുക്കളാകും, അവരെ കൊന്നൊടുക്കലാകും പിന്നെ രാഷ്ട്ര നേതൃത്വത്തിൻ്റെ പണി. സ്വാഭാവികമായും സ്വന്തം അഭിപ്രായങ്ങൾ പറയുക എന്നത് മനുഷ്യരുടെ സ്വാഭാവിക പ്രവണതയായതുകൊണ്ട് തന്നെ ആ അഭിപ്രായങ്ങൾ പറയുന്നത് പലപ്പോഴും ഒരാളുടെ പ്രത്യയശാസ്ത്ര വ്യാഖ്യാനത്തിന് അനുസൃതമല്ല എന്നതുകൊണ്ട് മറ്റേയാളെ അയാളെ നിഷ്കാസനം ചെയ്യുക എന്ന രീതിശാസ്ത്രമാണ് ഉണ്ടാവുക. അത് മുകളിൽ നന്നാക്കി, നിയമം നന്നാക്കി, വ്യവസ്ഥിതി നന്നാക്കി സമൂഹത്തെ പരിഷ്കരിക്കാമെന്ന് കരുതുന്ന ആളുകൾക്ക് മുഴുവനും സംഭവിക്കുന്ന സ്വാഭാവികമായ ചരിത്രത്തിലെ പരിണതിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിനർത്ഥം ഇസ്ലാമിക ചരിത്രത്തിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല. ആ കുഴപ്പങ്ങൾക്ക് പോലും പരിഹാരമായത് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രമാണങ്ങളിലേക്കുള്ള മടക്കമായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പേര് അബ്രഹാം ഈപ്പൻ, ഞാൻ കോഴിക്കോടാണ് താമസം. ഞാൻ പല മുസ്ലിം സുഹൃത്തുക്കളോടും സ്വർഗപ്രവേശനത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ഖുർആൻ്റെ കാഴ്ചപ്പാട്, നബിയിലൂടെ വെളിപ്പെട്ടുള്ള ഖുർആൻ്റെ കാഴ്ചപ്പാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും സ്വർഗം ലഭിക്കുന്ന ഉറപ്പില്ല, അന്ത്യസമയത്ത് ന്യായസമയത്ത് മാത്രം അറിയാം, നമ്മളിപ്പം ജീവിക്കുക മരിക്കുക അത്രേ ഉള്ളൂ. അതായത് പ്രത്യാശയില്ലാത്ത ജീവിതം, സ്വർഗം കിട്ടാതിരിക്കാം, കയലപ്പുറത്തെ തേങ്ങാ പോലെയാണ്. വേറെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ച, അതായത് സുബോധത്തോടെ മരിക്കാൻ അവസരം കിട്ടുന്ന ചില ഭാഗവന്മാർക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നബി ഖുറാനിൽ ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗം എനിക്ക് ലഭിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ പാവമൊക്കെ ക്ഷമിച്ച് സ്വർഗാവകാശിയാക്കി തീർത്തിരിക്കുന്നുള്ള ഉറപ്പ് എന്തുകൊണ്ട് ഖുറാൻ നൽകാനായിട്ട് സാധിച്ചിട്ടില്ല? ഞാൻ കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞോട്ട്, വിരോധമില്ലല്ലോ? ബഹുമാന സുഹൃത്ത് ഈപ്പൻ്റെ ചോദ്യം, ഇബ്രാഹിം ഈപ്പൻ്റെ ചോദ്യം, സ്വർഗപ്രവേശം ഉറപ്പുവരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് നൽകിയിട്ടില്ല എന്നും ഈപ്പന് ഉറപ്പാണ് എന്നുമാണ് ഈപ്പൻ പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉറപ്പുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഉറപ്പായി സ്വർഗത്തിൽ പോകുമെന്ന് ഈപ്പൻ അഭിപ്രായമുണ്ടോ? ഇല്ല. ക്രൈസ്തവ സഭകളിൽ തന്നെ പെട്ട ഒരുപാട് പേർ, ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ആദരിക്കുന്ന മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ തന്നെ വീക്ഷണപ്രകാരം നേർക്ക് നേരെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ആ പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് ക്രൈസ്തവ സഭയുടെ വീക്ഷണം. അങ്ങനെയുള്ള അദ്ദേഹം വിശ്വസിക്കുന്നത്, അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ്. ഈപ്പന് അദ്ദേഹം പൂർണ്ണമായും സ്വർഗത്തിലാണ് എന്ന അഭിപ്രായമുണ്ടോ? ഇല്ല. ഇവിടെ ഇസ്ലാം എന്താണ് എന്ന് ഈപ്പൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. സമർപ്പണം എന്ന പദത്തിനർത്ഥം പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരാണെങ്കിലും, അത് ഈപ്പനാണെങ്കിലും അക്ബർ ആണെങ്കിലും ആര് തന്നെയാണെങ്കിലും, പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആർക്കും സ്വർഗപ്രവേശം നൽകാമെന്ന് പടച്ചവൻ്റെ വാഗ്ദാനമാണ്. ഖുർആൻ ഇപ്പം വായിച്ചിട്ടൊന്നും അത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, ആദ്യം തന്നെ തുടക്കം തന്നെ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ 25-ാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇവിടെ എന്താ പറയുന്നത്? പടച്ചോനാ പറയുന്നത്. അതിനേക്കാളും വലിയ ഉറപ്പാർക്കാ വേണ്ടത്? വബശ്ശിരില്ലദീന, തീർച്ചയായും ഇതാ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു, ആമനു, അവരിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്ക്, വഅമിലു സ്വാലിഹാത്തി, അവർ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്ത് ജീവിച്ചവർക്ക്, അഥവാ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കും, അവർക്ക് താഴ്വാരകത്തുകൂടി അരുവികളൊരുകുന്ന സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പടച്ചവനാണ് പറയുന്നത്. പടച്ചവൻ്റെ ഉറപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉറപ്പാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അതാണ് സ്വർഗപ്രവേശം നിശ്ചയിക്കുന്നത് എന്ന് ഇസ്ലാം പറയുമ്പോൾ, ഈപ്പൻ്റെ വീക്ഷണത്തിൽ ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രം എല്ലാ പാപങ്ങളും ക്രിസ്തു ഏറ്റെടുക്കുകയും അതോടുകൂടി സ്വർഗപ്രവേശം ഉറപ്പാവുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്മാർ, ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ മുഴുവനും, അഥവാ എല്ലാ വിഭാഗക്കാരും ഒരേപോലെ സ്വർഗപ്രവേശം നേടിയെടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. അങ്ങനെയില്ലതാനും. എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, കൃത്യമായി പഠിപ്പിച്ചു ഇക്കാര്യം. ഇനി മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വന്തം നാവ് കൊണ്ട് ചില ആളുകൾക്ക് സ്വർഗപ്രവേശത്തെക്കുറിച്ച് ഉള്ള സന്തോഷ വാർത്ത നൽകി. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ പോലും അവർക്ക് സ്വർഗപ്രവേശമുണ്ട് എന്ന് ഉറപ്പായി പിന്നെ ഒരു തരത്തിലുള്ള മടിയൻ ജീവിതമല്ല നയിച്ചത്. മറിച്ച് പ്രവാചകൻ അത് പറഞ്ഞതിൻ്റെ ഉപോത്ബലകമെന്ന രൂപത്തിൽ തന്നെ അവരുടെ പിൽക്കാല ജീവിതം മുഴുവനും നേരത്തെ പറഞ്ഞ വിശ്വാസ, കർമ്മ, സ്വഭാവ രംഗങ്ങളിലെല്ലാം പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് പരമാവധി മുന്നോട്ട് പോകുവാനാണ് ശ്രമിച്ചത്. അത് തന്നെയാണ് അവരുടെ സ്വർഗപ്രവേശത്തിൻ്റെ അടിത്തറ. പടച്ചവനാണ് സ്വർഗം നൽകുന്നത്, പടച്ചവനാണ് നരകം നൽകുന്നത്. പടച്ചവൻ നൽകുന്ന വാഗ്ദാനമാണ് മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും ഉറപ്പുള്ള വാഗ്ദാനം. ഏതെങ്കിലും പാസ്റ്റർമാർ നൽകുന്ന വാഗ്ദാനമല്ല, മറിച്ച് പടച്ചവൻ നൽകുന്ന വാഗ്ദാനമാണ്. ക്രിസ്തു പറഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടത് എന്താണ്? ധനവാൻ, ധനമുള്ളവൻ, ഒട്ടകം സൂചി ദ്വാരത്തിലൂടെ കടക്കുന്നത് വരെയും ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ധനവാന് വിശദീകരണമൊന്നും ക്രിസ്തു പറഞ്ഞിട്ടില്ല. മറിച്ച് ധനമുള്ള ആരാണെങ്കിലും അവർ സൂചിൻ്റെ
ദോരത്തിലൂടെ ഒട്ടകം കടക്കുന്നതുവരെ കടക്കൂല എന്നാണ് ക്രിസ്തു പറഞ്ഞതായി മത്തായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ ഒരു തരത്തിലുള്ള അപ്രാപ്യമായ കാര്യമായിട്ടാണ് സ്വർഗപ്രവേശം പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുകയും പടച്ചതമ്പുരാൻ പറഞ്ഞതനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയും ചെയ്താൽ സ്വർഗപ്രവേശമുണ്ട് എന്ന് പടച്ചവൻ്റെ പദമായി നമുക്ക് ഉറപ്പായി നൽകുകയാണ്. അതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഉറപ്പ്. അത് നമുക്കെല്ലാം ഉറപ്പാണ്. പക്ഷേ അത് വിശ്വാസം എപ്പോഴും ശരിയാക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. നമസ്കാരം, ഞാൻ ബാലാനന്ദൻ. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അക്ബർ സാഹിബ് പെരുങ്ങോട്ടൂർ താങ്കൾ വരുമ്പോൾ നേരിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. വീണ്ടും നമ്മൾ കണ്ടിരിക്കണം. നബി തിരുമേനിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നിലധികം ബഹുഭാര്യത്വത്തിനെ കുറിച്ചായിരുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഉള്ള ചർച്ചയിൽ അത് 4ആയിട്ട് നിജപ്പെടുത്തി. അതെപ്പോഴാണ് എപ്രകാരം നിജപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഈക്വാലിറ്റിയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ പുരുഷന്മാർക്ക് 4ആയിട്ട് നിജപ്പെടുത്തുമ്പോഴേക്കും നമ്മുടെ സഹോദരിമാർ അപ്രകാരം ചിന്തിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇതൊരു നല്ല പ്രവണതയാണോ? ഇപ്പോഴും നമ്മൾ 4 ഭാര്യമാരെ സ്വീകരിക്കാം. അന്ന് കാലഘട്ടത്തിൻ്റെ ഏതോ സാഹചര്യങ്ങളും ചിലപ്പോൾ ചില ദൃഷ്ടാന്തങ്ങളും കാണിക്കാനായിട്ട് നബി തിരുമേനി ചിലവരെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഒരു അടിമയായവരെയും ഒക്കെ സ്വീകരിച്ച് കാണിച്ച ചില ദൃഷ്ടാന്തങ്ങൾക്ക് വേണ്ടിയാണ്. അതിപ്പോൾ നമ്മൾ തിരുമേനി അങ്ങനെ അനുവർത്തിച്ച് കാണിച്ചു. അതിൻ്റെ പേരിൽ നമുക്കും ആകാം. ഇതിപ്പോൾ 4 പേരെ ആകാമെന്ന് ഇപ്പോൾ കഴിഞ്ഞ സംവാദത്തിന് പറയണത് കേട്ടു. അത് നമ്മൾ അനുവർത്തിച്ച് പോകേണ്ട ഒരു സംഭവമാണോ? അങ്ങനെയാണെങ്കിൽ ഈക്വാലിറ്റിയുടെ പേര് നമ്മുടെ സഹോദരിമാരും പറയണം ഞങ്ങൾക്കും 4 കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ചാൽ എന്താവും സ്ഥിതി? ബഹുമാന സുഹൃത്ത് ബാലാനന്ദൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം നേരത്തെ തന്നെ ആ ചോദ്യം ഉന്നയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വമായിരുന്നു അപ്പോൾ അദ്ദേഹം ഊന്നൽ നൽകിയത്. പ്രവാചകൻ്റെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് വിഷയാവതരണം വരുന്നു എന്ന് അപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈക്വാലിറ്റിയുടെ പേരിൽ ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടാൽ സ്ത്രീകളും കൂടി ആ കാര്യം ആലോചിച്ച് കഴിഞ്ഞാലാകെ നമ്മൾ പ്രശ്നത്തിലാവൂലേന്നാണ്. യഥാർത്ഥത്തിൽ ബാലാനന്ദനെ പോലെയുള്ള സുഹൃത്തുക്കൾ ഈ വിഷയം വളരെ ഗൗരവതരമായി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിലെ നിയമങ്ങൾ, ആ നിയമങ്ങളെല്ലാം 100% മാനവികമാണ്, പ്രകൃതിപരമാണ്. പ്രകൃതി വിരുദ്ധമായ, മാനവവിരുദ്ധമായ ഒരു നിയമവും ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട നിയമവും ബഹുഭർത്തൃത്വവുമായി ബന്ധപ്പെട്ട നിയമവുമെല്ലാം അങ്ങനെ തന്നെ. ഇസ്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ബാലാനന്ദൻ തന്നെ പറഞ്ഞതുപോലെ, പരമാവധി ഒരു പുരുഷന് 4 വരെ ഇണകളെ സ്വീകരിക്കുവാൻ അനുവദിക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് 1 ഇണ മാത്രമേ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. അത് ഈക്വാലിറ്റിക്കെതിരല്ലേ എന്നാണ് ബാലാനന്ദൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഈ വിഷയകമായ മാനവികതയും പ്രകൃതിപരതയും എന്താണ് എന്ന്. ഈക്വാലിറ്റിയുടെ മാത്രം കാര്യമെടുക്കുക. ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീ വേശ്യകളുടെ എണ്ണം എത്രയാണ് എന്നൊരു കണക്കെടുക്കുക. പെൺവേശ്യകളുടെ, ആ പെൺവേശ്യകളുടെ അടുത്ത് ലക്ഷക്കണക്കിന് പെൺവേശ്യകൾ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ എല്ലാം തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 2008 കേരളത്തിലെ പെൺവേശ്യകളുടെ അടുത്ത്
തങ്ങളുടെ ലൈംഗിക ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി പോകുന്ന ആളുകളെക്കുറിച്ചുള്ള ഒരു സെൻസസ്, ഒരു കണക്ക് ഇവിടുത്തെ എയ്ഡ്സ് കൺട്രോൾ ബോർഡ് പുറത്തുവിട്ടിരുന്നു. ആ കണക്ക് പ്രകാരം അത്തരം ആളുകളുടെ അടുത്ത് പോകുന്നവരിൽ 80% വിവാഹിതരാണ്. പുരുഷന്മാരാണല്ലോ പെൺവേശികളുടെ അടുത്ത് പോവുക, വിവാഹിതരാണ്. അതേസമയം നമ്മൾ എടുക്കുക, കേരളത്തിൽ തന്നെ എടുക്കുക, തിരിച്ച് എത്ര പുരുഷ വേശ്യകളുണ്ട്? പുരുഷന്മാർ സ്ത്രീകളുടെ ഇതേ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ലാഭം നേടിയോ അല്ലാതെയോ പരിശ്രമിക്കുന്ന, അതൊരു പ്രൊഫഷനായി സ്വീകരിച്ച എത്ര പുരുഷ വേശ്യകളുണ്ട്? ഉത്തരം പലപ്പോഴും അത്തരമൊരു സമൂഹം തന്നെ നിലനിൽക്കുന്നില്ല എന്നും, ഉണ്ടെങ്കിൽ തന്നെ അത് പ്രത്യേകമായൊരു കൾച്ചറിൻ്റെ ഭാഗമായി മാത്രം നിലനിൽക്കുന്നതാണ് എന്നുമാണ്. ഇവിടെ ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഈക്വാലിറ്റിയിലുള്ള ചില പ്രശ്നങ്ങളെ പറയാൻ വേണ്ടിയാണ്. പെൺമനസ്സും പുരുഷ മനസ്സും തമ്മിൽ, പെൺ ശരീരവും പുരുഷ ശരീരവും തമ്മിൽ, പെൺ പ്രകൃതിയും പുരുഷ പ്രകൃതിയും തമ്മിൽ അടിസ്ഥാനപരമായി ലൈംഗിക ശാസ്ത്രപരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ ഒരെണ്ണമാണ് ലൈംഗിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ എൻ്റെ തോന്നിയാസത്തിന് പറയേണ്ടതല്ല അതൊന്നും. മറിച്ച് പുരുഷ ലൈംഗിക ശാസ്ത്രം നമുക്കറിയാം, ചിലപ്പോൾ കുറച്ചെല്ലാം നമ്മൾക്ക് അനുഭവങ്ങളുണ്ടാകും. അതിനപ്പുറത്ത് സ്ത്രീയുടെ ലൈംഗികത എന്നുള്ളത് പുരുഷൻ്റെ തലച്ചോറ് വെച്ചുകൊണ്ടാണെന്ന് പറയേണ്ടതല്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇവശയകമായി ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ രംഗത്ത്, ലൈംഗിക ശാസ്ത്ര പഠനങ്ങളുടെ രംഗത്ത് ഒന്നാമത് പരിഗണിക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ്സിലെ മേരിലാൻഡിലാണ്. കിൻസേ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. കിൻസേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനങ്ങളാണ് ലൈംഗിക ശാസ്ത്ര പഠനങ്ങളിൽ ഏറ്റവും ഓഥൻറ്റിക്കായി പരിഗണിക്കപ്പെടുക. നിങ്ങൾക്കിപ്പോൾ കിൻസേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോണ്ട, ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ പോയിട്ട് കിൻസേ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിൻസേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനങ്ങൾ വരും. ആ പഠനങ്ങൾ പരിശോധിക്കുക. പുരുഷ ലൈംഗികതയും സ്ത്രീ ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ പറയും, പുരുഷൻ പ്രകൃതിപരമായി നേച്ചുറലി പോളിഗമസ് ആണ്, പെണ്ണ് നേച്ചുറലി മോണോഗമസ് ആണ്. അവളുടെ മനസ്സങ്ങനെയാണ്, അവളുടെ ശരീരം അങ്ങനെയാണ്. പുരുഷൻ്റെ മനസ്സങ്ങനെയാണ്, പുരുഷൻ്റെ ശരീരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട ലോകത്തെ ഏത് രാഷ്ട്രമെടുത്തോളൂ, ആ രാഷ്ട്രങ്ങളിലെല്ലാം വിവാഹേതര ലൈംഗികത നിയമം മൂലം അനുവദിക്കപ്പെട്ടതാണ്. ഇന്ത്യ രാജ്യത്ത് നമുക്ക് എത്ര സ്ത്രീകളുമായും ഒരു പുരുഷന് ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നതിന് നിയമം ഒരു തടസ്സവും നിൽക്കുന്നില്ല. എന്നാൽ ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമൂഹങ്ങളിൽ ഒന്നിലധികം ഇണകളായാൽ, അവർ ഔദ്യോഗികമായി അവരെ ഇണകളായി സ്വീകരിച്ചാൽ, അവരെ വിവാഹം ചെയ്താൽ നിയമം അവിടെ പ്രശ്നമുണ്ടാക്കും. ഇപ്പോൾ ലണ്ടനിൽ ഏറ്റവും ശക്തമായി ബഹുഭാര്യത്വത്തിനെതിരെയുള്ള നിലനിൽക്കുന്ന ലോകത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു പുരുഷന് ഒരു ഭാര്യയെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൊരു വൈഫ്. എന്നാൽ അതേ പുരുഷന് 10 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിയമത്തിന് അയാളൊന്നും ചെയ്യാൻ കഴിയില്ല. ആ 10 ഗേൾ ഫ്രണ്ട്സിലും മക്കളുണ്ടെങ്കിലും പ്രശ്നം ഒന്നുമില്ല. എന്നാൽ അത് നിയമപരമാകുമ്പോൾ അവർ ഭാര്യ പദവി കൊടുക്കുന്നതോടുകൂടി പ്രശ്നമുണ്ടാകുന്നു, കോടതി കുഴപ്പമുണ്ടാക്കുന്നു. ഞാൻ പലപ്പോഴും ഇക്കാര്യം ഉദാഹരിക്കാറുള്ളത് സാധാരണ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതൊരു തോട്ടത്തിൽ പോയാലും, നമ്മൾ നല്ലൊരു ഗാർഡനിൽ പോയാൽ അവിടെ ഒരു സാധനം കാണാൻ കഴിയും, ഒരു കുറ്റി കാണാൻ പറ്റുമോ? എന്താണ് അവിടെ? സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പുക. അതിൻ്റെ അർത്ഥം എന്താ? എല്ലായിടത്തും തുപ്പി നശിപ്പിക്കരുത്, തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ്. ഇസ്ലാമിലെ ബഹുഭാര്യത്വ നിയമം അങ്ങനെയാണ്. ഒരു സ്ത്രീയുമായി, ഒന്നിലധികം സ്ത്രീകളുമായി നിങ്ങൾക്ക് ശാരീരികമായി ബന്ധപ്പെടേണ്ട അനിവാര്യമായ പ്രകൃതിപരമായ അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയെ നിയമത്തിനകത്തേക്ക് കൊണ്ടുവരികയും അവരെ
സ്വന്തം ഇണകളായി സ്വീകരിച്ച് അവർക്കുള്ള എല്ലാ അവകാശങ്ങളും കൊടുത്ത് അവർക്ക് നീതിപൂർണമായ ലൈംഗിക ദാമ്പത്യ ജീവിതം കൊടുത്ത് അവരിലൂടെയുണ്ടാകുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം പൂർണ്ണമായി സ്വീകരിച്ച് അവരെ നിയമപരമായ ഇണയാക്കിയതിന് ശേഷം മാത്രമേ അവരെ നിങ്ങൾ അവരുടെ ശരീരത്തിൽ തൊടാവൂ എന്ന് ഇസ്ലാം പറയും. വേണമോ ഇവിടെയേ പാടുള്ളൂ, വിവാഹത്തിലൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതേസമയം ഇങ്ങനെ ഈ തോട്ടത്തിൽ ഇവിടെ തുപ്പുക എന്ന കുറ്റി കണ്ടിട്ട് ഇതെന്തിനാ അങ്ങനെ ഒരു കുറ്റി എന്ന് പറയുന്ന ആളുകളുണ്ടാകും. അവരുടെ പലപ്പോഴുള്ള വീക്ഷണം എവിടെയും തുപ്പി നടക്കാം എന്നാണ്. എവിടെയും തുപ്പി നടക്കാമെന്ന് വീട്ടിലുള്ള ആളുകൾക്ക് ഈ കുറ്റി തന്നെ എന്തിനാണ്, ഇവിടെ തുപ്പുക എന്നുള്ളൊരു കുറ്റീൻ്റെ കാര്യം എന്താണ്, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ട്, ആളുകൾക്ക് അന്യന്യം പ്രശ്നമല്ലേ എന്നല്ലായിരിക്കും അവർ വാദിക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ നിയമം എല്ലാവരും ബഹുഭാര്യത്വം സ്വീകരിക്കണതോ എല്ലാവരും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യണമെന്നോ അല്ല. മറിച്ച് നിങ്ങൾ ലൈംഗികമായി ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും വിവാഹത്തിന് പുറത്തായിക്കൂടാ. അനിവാര്യതയുണ്ടെങ്കിൽ പ്രകൃതിപരമായി നിങ്ങൾക്കതിന് അനിവാര്യതയുണ്ടാകാം എന്നത് നിങ്ങളുടെ പ്രകൃതി അറിയാവുന്ന പടച്ചതമ്പുരാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരെ ഇണകളായി സ്വീകരിച്ച ശേഷം മാത്രമേ അവരുടെ ശരീരത്തിൽ തൊടാവൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി അത്തരം പ്രകൃതിപരമായ അവസ്ഥകൾ ഉണ്ടാകുമോ? അതിനാണ് ഞാൻ പറഞ്ഞത് കിൻസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനങ്ങൾ എടുത്തോളൂ. വേണ്ട ബഹുമാന്യ സുഹൃത്തിന് നിങ്ങൾക്ക് നല്ല ലൈംഗിക ശാസ്ത്രജ്ഞന്മാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ആ രംഗത്ത് നമ്മൾ ഇന്ത്യക്കാരനായ പഠനം നടത്തിയ ആളാണ് പ്രകാശ് കോത്താരി. അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ മാത്രം, സെക്സ് സ്റ്റഡീസ് മാത്രമുള്ള പുസ്തകം ഇംഗ്ലീഷിൽ ലഭ്യമാണ്, എടുത്ത് പരിശോധിച്ചോളൂ. അപ്പോൾ അവിടെയെല്ലാം പ്രകൃതിപരമാണിത്. ആ പ്രകൃതിപരതയെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേരെ കണ്ണടക്കാൻ കഴിയില്ല. അവിടെ ഇസ്ലാം ചെയ്യുക അതിനെ നിയമത്തിൻ്റെ കൃത്യമായ നിഷ്കൃഷ്ടതക്കുള്ളിൽ കൊണ്ടുവന്ന് അവിടെ വളരെ വ്യക്തമായി നീതി നടപ്പാകണം എന്നുള്ള നിയമപരമായ തീരുമാനത്തിനുള്ളിലേക്ക് അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് അവസ്ഥകളിൽ ബഹുഭാര്യത്വം അനിവാര്യമായി തീരുന്ന വൈയക്തികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായ കാരണം ഞാനിപ്പോൾ പറഞ്ഞ ലൈംഗികത തന്നെ ഒരു പ്രശ്നം. ചിലർക്കെങ്കിലും അത് അനിവാര്യമായി തീരുന്ന ശാരീരിക അവസ്ഥകൾ ഉണ്ടാകാം. അതെന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യാൻ നമ്മുടെ ഈ ഒരു ചോദ്യോത്തര വേദിയിൽ അവസരമില്ല. നിങ്ങൾക്ക് പഠനത്തിന് ഞാൻ പറഞ്ഞു, ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. പുരുഷ മനസ്സ് പോലും പോളിഗമസാണ്. അതേസമയം സ്ത്രീ മനസ്സ് മോണോഗമസാണ്. ഏക ഭാര്യ, ഏക ഇണപരമാണ് പെണ്ണ് മനസ്സെന്നും ബഹു ഇണപരമാണ് പുരുഷ മനസ്സ് എന്നുമാണ് ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ലാം ചെയ്തത് ഇതാണ്. അപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളിൽ ചിലപ്പോൾ ആദ്യ ഭാര്യക്ക്, ചിലപ്പോൾ നിലവിലുള്ള ഇണക്ക്, അവൾക്ക് ലൈംഗിക ബന്ധം മാസങ്ങളോളം പാടില്ല എന്ന് പറയുന്ന രോഗങ്ങളുണ്ടാകാം, അവൾക്ക് വന്ധ്യതയുണ്ടാകാം, അവൾക്ക് മറ്റ് പ്രയാസങ്ങളുണ്ടാകാം. ഈ സമയത്തെല്ലാം അവന് ഉള്ള നമ്മുടെ പരിഹാരമാർഗം, ഇത്തരം സമൂഹത്തിലെ പരിഹാരമാർഗം വിവാഹേതര ലൈംഗികതയാണ്. ആ പരിഹാരം ഇസ്ലാം ഒരവസ്ഥയിലും അനുവദിക്കുന്നില്ല. സാമൂഹികമായ ചില അവസ്ഥകൾ ഉണ്ടാകാൻ ചില സമൂഹത്തിൽ എപ്പോഴും സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഭ്രൂണഹത്യകൾ നടന്നിട്ടില്ലെങ്കിൽ, പെൺഭ്രൂണഹത്യ വ്യാപകമായി നടന്നിട്ടില്ലെങ്കിൽ എപ്പോഴും പുരുഷന്മാരും പെണ്ണും തമ്മിലുള്ള, സ്ത്രീകളും തമ്മിലുള്ള അനുപാതം 1000-നും 1010 എന്നായിരിക്കും എന്നാണ് പൊതുവായുള്ള മാനവശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പെൺഭ്രൂണഹത്യ വ്യാപകമായി നടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയെപ്പോലുള്ള സ്ഥലത്ത് ആണുങ്ങളുടെ എണ്ണം കൂടുന്നത്. അതേസമയം പ്രകൃതിപരമായി പ്രസവം നടക്കുന്ന പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലുള്ള സ്ത്രീകളെ എന്ത് ചെയ്യണം എന്ന ചോദ്യമുണ്ട്. അത് സാമൂഹികമായ ചോദ്യമാണ്. യുദ്ധത്തിൽ മരണപ്പെടുക പല പുരുഷന്മാരായിരിക്കും കൂടുതൽ. ആ യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകളുടെ വിധവകളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗമെന്ന ചോദ്യമുണ്ട്. വൈധവ്യത്തിലേക്ക് കാലെടുത്ത് വെച്ച സ്ത്രീകളുണ്ട്.
ആ സ്ത്രീകൾ അവർ യുവത്വത്തിൽ തന്നെ വൈധവ്യത്തിൽ പുരുഷൻ്റെ എന്തെങ്കിലും കാരണത്താലുള്ള മരണത്താൽ വൈധവ്യത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അവർക്ക് വിധിക്കുന്നത് നിത്യ വൈധവ്യമാണ്. ഇസ്ലാം പറയുക അത്തരം വിധവകളെ പുനർവിവാഹം ചെയ്യണമെന്നാണ്. അത്തരം വിധവകൾക്ക്, ആ വിധവകളുടെ മക്കളായ അനാഥകൾക്ക് എല്ലാം സംരക്ഷണം നൽകുവാൻ ആവശ്യമായ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇവിടെയെല്ലാം ആധുനിക മതനിരപേക്ഷത പോലും ചില സന്ദർഭങ്ങളിൽ ബഹുഭാര്യത്വമാണ് പ്രശ്നപരിഹാരമെന്ന് പറഞ്ഞു പോകും. ജർമ്മനിയിൽ 1948 നടന്ന ലോക യുവജന സംഘടനയുടെ മീറ്റിംഗ് ഐക്യകണ്ഠേന പറഞ്ഞു, ജർമ്മനിയിലെ സ്ത്രീകളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ബഹുഭാര്യത്വമാണെന്ന്. അവിടെയെല്ലാം 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാമുള്ള സ്ത്രീകളുടെ വീടിൻ്റെ പുറത്ത് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വാണ്ടഡ് എൻ ഈവനിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, സ്ത്രീകൾക്ക് തങ്ങൾക്ക് ശയിക്കുവാൻ ഒരു സായാഹ്ന അതിഥി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്, ആ ഒരവസ്ഥക്ക് പരിഹാരം ബഹുഭാര്യത്വമാണ് എന്ന് ലോക യുവജന സംഘടന പറഞ്ഞപ്പോൾ അത് പ്രകൃതിപരമാവുകയും ഇസ്ലാം അത്തരം അവസ്ഥകളിൽ ബഹുഭാര്യത്വം സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ അത് പ്രകൃതി വിരുദ്ധമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആണ് ബഹുമാന്യനായ സുഹൃത്തിനെ പോലെയുള്ള ആളുകളുടെ ഈക്വാലിറ്റിയെക്കുറിച്ചുള്ള ചിന്ത വരിക. അതെന്താണ്? സ്ത്രീകളും അങ്ങനെ ആവശ്യപ്പെട്ട ആകെ പ്രശ്നമാവൂലെന്നാണ്. സ്ത്രീകൾ അങ്ങനെ പ്രകൃതിപരമായി ആവശ്യപ്പെടില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. പ്രകൃതിപരമായി ഒരു ഇണയിൽ നിന്ന് ലൈംഗികതയാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും ലഭിക്കുന്നൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് അതിൽ സംതൃപ്തയായിരിക്കും. ആ പെണ്ണിന് ഒരിക്കലും മറ്റൊരു പുരുഷനെ മനസ്സിലേക്ക് പോലും കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് പെണ്ണിൻ്റെ മനസ്സ് മോണോഗമസ് ആണ് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നതിന് ഉദാഹരണമുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും. അതിനർത്ഥം ആദ്യത്തെ ആൾ അവിടുന്ന് ഔട്ടായിട്ടുണ്ട് എന്നാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നിലധികം സ്ത്രീകളെ ഒരേപോലെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ പെണ്ണിന് ഒരിക്കലും ഒന്നിലധികം പുരുഷന്മാരെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല തൻ്റെ ഇണയായി. ഇതൊരു വസ്തുത എന്ന് ഞാൻ പറയുന്നത് പെണ്ണിൻ്റെ മനസ്സെനിക്കറിയാവുന്നത് കൊണ്ടല്ല. നിങ്ങൾക്ക് ഈ വിഷയകമായി 2 ഇണകൾ നടത്തിയ ലൈംഗിക ശാസ്ത്ര പഠനങ്ങളാണ് മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസന്റെ ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെ ഒന്നാമത് പെൺവിരുദ്ധമാണ്, രണ്ടാമത്തേത് പ്രകൃതി വിരുദ്ധമാണ്. പെൺവിരുദ്ധവും പ്രകൃതി വിരുദ്ധവും എങ്ങനെയാണ് ആവുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ, ശരി. പുരുഷനും സ്ത്രീക്കും ലൈംഗികമായ താല്പര്യം വരുന്ന രീതികൾ തന്നെ വ്യത്യാസമുണ്ട്. പുരുഷന് ലൈംഗിക താല്പര്യം വരുന്നത് പെണ്ണിനെ കണ്ടുകൊണ്ടാണ്, കണ്ണിലൂടെയാണ് ലൈംഗിക താല്പര്യം വരിക. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ലൈംഗികമായ ഉത്തേജനമുണ്ടാകും. പുരുഷന് ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കും. പെണ്ണിന് പുരുഷൻ ഒരു അർദ്ധനഗ്ന സ്ത്രീയെ കണ്ടാൽ ഉണ്ടാകുന്ന ലൈംഗിക താല്പര്യം ഉണ്ടാവുക തനിക്കിഷ്ടപ്പെട്ട പുരുഷൻ തന്നോടൊപ്പം സ്വകാര്യതയിലാവുകയും തൻ്റെ ചെവിടിൽ അയാൾ ശൃംഗരിക്കുകയും അയാൾ തൻ്റെ ശരീരത്തെ സ്പർശിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന് തുല്യമായ ലൈംഗിക താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഒരു പെണ്ണിന് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുകയും ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയത്ത് ലൈംഗിക താല്പര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് മുതൽ പ്രശ്നം തുടങ്ങുകയായി. ഒന്ന്. രണ്ടാമത്തേത് ലൈംഗികതയുടെ സ്വാഭാവികമായ ഉപോൽപ്പന്നപാട് ഗർഭധാരണത്തിൻ്റെ സമയത്ത് പെൺമനസ്സ് ആഗ്രഹിക്കുന്നത് ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണോ അയാളുടെ തലോടലേൽക്കാരാണ്. ബഹുഭർത്തൃത്വത്തിൽ 2 ആൾക്ക് ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായൊരു തലോടലുണ്ടാവില്ല. പെണ്ണാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. പ്രസവത്തിൻ്റെ സമയത്ത് ഇതേപോലെ തന്നെ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ തലോടലേൽക്കാരാണ്, കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ആശ്വാസ വചനങ്ങൾ കേൾക്കാരാണ് പെണ്ണിന് താല്പര്യവും ആഗ്രഹവും. ഇത് ആരാണിത് എന്ന് തിരിയാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും അത്തരമൊരു തലോടലുണ്ടാവില്ല. ഇതേപോലെ പിന്നീട് കുഞ്ഞ് വളരുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് സയൻസ് പറയുന്നത് പാരൻസിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏതാണ്? അവരുടെ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പിതാവ് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടില്ല. അവിടെ ചിലപ്പോൾ നമ്മൾ ഉത്തരം പറയുമായിരിക്കും, ഇപ്പം അതിനൊന്നും പ്രശ്നമല്ലല്ലോ, ഇപ്പോൾ DNA ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ് നടത്തിയാൽ ഏതാ കുട്ടി ആരുടെ കുട്ടിയാണെന്ന് മനസ്സിലാവുമല്ലോ എന്നുള്ള ഉപചോദ്യം ഉണ്ടാകും. അതിന് ഇസ്ലാമിൻ്റെ ഉത്തരം, ഒരു കുട്ടിക്ക്
പിതാവിൻ്റെ സ്നേഹം കിട്ടാൻ ഉപ്പ ഇതാ DNA ഫിംഗർ പ്രിൻ്റ് ടെസ്റ്റ്, നിങ്ങൾ തന്നെയാണ് എൻ്റെ പിതാവ് എന്നതിന് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി നൽകിയ സർട്ടിഫിക്കറ്റ് ഇതാ, അതാ വാപ്പ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സ്നേഹം തരണമെന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടിനെ ഇസ്ലാം ഏതായാലും അംഗീകരിക്കുന്നില്ല. അത് പ്രകൃതി വിരുദ്ധപാട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. പെണ്ണിനൊട്ട് അത് ആവശ്യമില്ല. ആണിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ് എന്നതിനുള്ള തെളിവ് തന്നെയാണ് ലോകത്ത് നിലനിൽക്കുന്ന പുരുഷ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളുമെല്ലാം. ആ അനിവാര്യതയെ ഇസ്ലാം വളരെ കൃത്യമായ നിയമങ്ങളുടെ, നിഷ്കൃഷ്ടമായ നിയമങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയും അത് പെണ്ണിനെ സംരക്ഷിക്കുന്ന രൂപത്തിലാക്കി തീർക്കുകയും പെൺവിരുദ്ധമല്ലാതെ പെണ്ണിനെ സംരക്ഷിക്കുന്ന രൂപത്തിലാക്കി തീർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് വസ്തുത. അത് ബഹുമാന്യ സുഹൃത്ത് മനസ്സിലാക്കുക. പ്രവാചകൻ്റെ ബഹുഭാര്യത്വത്തിലും നമുക്ക് ഇക്കാര്യം വളരെ കൃത്യമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. നമസ്കാരം. ബഹുഭാര്യത്വം നബി തിരുമേനി അനുഷ്ഠിച്ചു. അത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മിസ്യൂസ് ചെയ്യുകയും അത് ഇസ്ലാമികൾക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വേറെ കല്യാണം കഴിക്കാം, മൊഴി ചൊല്ലിയിട്ട് വേറെ കല്യാണം കഴിക്കാം എന്നുള്ള അവരുടെ ഭാര്യ ഭർത്തൃ ജീവിതം കെട്ടുറപ്പല്ല എന്നുള്ളൊരു സംഭാഷണമൊക്കെ പൊതുവേ ഉണ്ട്. അതിൽ നിന്ന് ഊന്നിട്ടാണ് ഇപ്പം താങ്കൾ പറഞ്ഞ ഈ സ്ത്രീയും പുരുഷനും എന്നുള്ള സംഭവത്തിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ അവഗാഹമുള്ളതാണ്. പിന്നെ പുരുഷൻ്റെ ഒരു കാര്യം പറഞ്ഞു, എന്നാൽ താങ്കൾ വേശ്യയുടെ കാര്യം പറഞ്ഞു. പുരുഷന് വേശ്യാരഥൻ, വേശ്യാധവൻ എന്നാണ് പറയണം. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് വേശ്യാരഥൻ, വേശ്യാധവൻ എന്നൊക്കെ പറയണം. വേശ്യ എന്ന സ്ത്രീക്ക് മാത്രം പേരല്ല, അങ്ങനെ തിരിച്ചു പോകുന്ന പുരുഷനും ഉണ്ട് പേര്, വേശ്യാധവൻ, വേശ്യാരഥൻ എന്നൊക്കെ. അങ്ങനെ ഒരേ കിടക്കയിൽ പല ആൾക്കാരെ സ്വീകരിക്കുന്ന പ്രക്രിയ അവർക്കും ഇതിനൊക്കെ ഭാഗവാക്കൊക്കെ അല്ലെങ്കിൽ ശരീരവും മനസ്സുമൊക്കെ അവരെ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാനതല്ല ഉദ്ദേശിച്ചത്. ഇത് മിസ്യൂസ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഇസ്ലാമിന് ആ ഒരു പേരിൽ കളങ്കം ചാർത്തിയിരുന്നു. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കുറേ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു സംഭവത്തിൽ ഒരു സത്യമതത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനമതത്തിൻ്റെ അതിന് കളങ്കം വരുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ആണ് ഉദ്ദേശിച്ചത്. അല്ലാതെ കുറേ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് വെച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ സാധനം മിസ്യൂസ് ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമ്മൾ തിരുത്തപ്പെടുക അല്ലെങ്കിൽ ഇന്ന പ്രവാചകൻ ഇങ്ങനെ ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടും ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവാചകൻ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. ബഹുമാന സുഹൃത്തോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം നിയമങ്ങൾ, ഏത് നിയമമാണെങ്കിലും മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇന്ത്യൻ്റെ ജനാധിപത്യമാണ് ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ വിശിഷ്ടമായ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മതനിരപേക്ഷത എന്ന ആശയം, അതാണിന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ മതനിരപേക്ഷത ആകെ പ്രശ്നമാണെന്ന് നമ്മൾ പറയാറില്ലല്ലോ. ഇതേപോലെ ഏത് നിയമത്തിനും അതിന് മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാകും, അതിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ടാകും. ആ ദുരുപയോഗം ചെയ്യുന്നത് ഒരിക്കലും ആ നിയമത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആളുകളുടെ കുഴപ്പം കൊണ്ടാണ്, ജനങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. ഇസ്ലാമിലെ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വമാണ്. ലൈംഗികത എന്നത് പണമുള്ളവൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്നൊരു ഏർപ്പാടാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ആ ഉത്തരവാദിത്വം അപ്പോൾക്കപ്പോൾ കൊടുത്തു തീർത്താൽ കഴിയുന്ന ഒരു ഏർപ്പാടാണ് പുരുഷ ലൈംഗികതയുടെ ദാഹശമനം എന്നുള്ളത്. ആർക്കാണ് അറിയാത്തത് ഈ രാജ്യത്ത്? വസ്തുത അതല്ലേ? പിന്നെ വേറെ പുറത്തേക്കൊന്നും പോകേണ്ടതില്ലാത്ത വിധം നമ്മുടെ സ്വകാര്യതകളിലേക്ക്, സ്വകാര്യ മുറികളിലേക്ക് ഏത് തരത്തിലുള്ള സ്ത്രീയാണെങ്കിലും എത്താൻ കുറച്ച് പണമുണ്ടെങ്കിൽ പ്രയാസമൊന്നുമില്ല. അതേസമയം ഇസ്ലാം അവിടെ ചെയ്യുന്നത് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരവസ്ഥയിലും നിയമം മൂലം നിനക്കനുവദിക്കപ്പെട്ട ഒരു പെണ്ണുമായല്ലാതെ നിനക്ക് ലൈംഗിക ദാഹത്തോടുകൂടി നോക്കൽ പോലും അനുവദനീയമല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കണ്ണ് താഴ്ത്തണമെന്ന അങ്ങനെ ഒരു ദാഹം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഇസ്ലാം
പക്ഷേ നിനക്ക് അനിവാര്യമായ സാഹചര്യത്തിൽ നിനക്ക് അവളുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയുണ്ടാകാം. അത് പ്രകൃതിപരം. അതാ ഞാൻ പറഞ്ഞത് പ്രകൃതിപരം. ആ പ്രകൃതിപരമായ അവസ്ഥയിൽ നീ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണ് പറയണത്. പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒന്ന് തന്നെ വലിയ തലവേദനയായിത്തീരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പലപ്പോഴും പുരുഷന്മാർ പറയാറുള്ളത്. എന്നിട്ടല്ല രണ്ടെണ്ണം ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക്. ഇതിൻ്റെ ലൈംഗികത അതിൻ്റെ സെക്സ് മാത്രമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. സെക്സ് എല്ലാം എത്ര കാലപാട് ഏത് രൂപത്തിലാണ്. അതേസമയം അതൊരു ഉത്തരവാദിത്വമായി, അതൊരു ബാധ്യതയായി, അതിന് ഒരു ഇണയാക്കി തീർത്ത് ബാധ്യതയായി, അതിന് ചിലപ്പോൾ വിധവയാണെങ്കിൽ അവർക്ക് കീഴിലുള്ള മക്കൾ സ്വന്തം മക്കളെപ്പോലെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് ഇസ്ലാം പുരുഷനെ ഏൽപ്പിക്കുന്നത്. അനിവാര്യമായ സാഹചര്യത്തിൽ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക നിയമങ്ങൾ എന്നല്ല ഏത് നിയമങ്ങളും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്ത സമൂഹത്തിൽ സ്വാഭാവികമായും ദുരുപയോഗം ചെയ്യപ്പെടാം. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെതിരെ ബഹുമാനായ സുഹൃത്ത് പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ വേശ്യാതമൻ എന്ന് പറയുന്ന പദമുണ്ട് എന്നതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ എത്രത്തോളം പുരുഷന്മാർ ആ രംഗത്ത് ജോലി ചെയ്യുന്നു എന്നൊരു പഠനം എടുത്താൽ മതി. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല എന്ന് പരിശോധിച്ചാൽ മതി. അപ്പം മനസ്സിലാകും അത് പ്രകൃതിപരമല്ല എന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കിടക്കയിൽ 2 അല്ല 4 5 പുരുഷന്മാരെ കൊണ്ടുവരുന്ന സ്ത്രീകളുണ്ടാകാം. അതിന് ലൈംഗിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വൈകൃതമെന്നാണ് പറയുക. മറ്റേത് പ്രകൃതിപരമെന്നും. വൈകൃതവും പ്രകൃതിയും വ്യത്യാസമുണ്ട്. ആ ലൈംഗിക വൈകൃതങ്ങൾ അത് പലപ്പോഴും പല രൂപങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കെല്ലാം ഉണ്ടാകാം. അതിന് പല പേരുകളുണ്ടാകും. അത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതിപരമായ കാര്യപാട്. മറ്റേത് നേർക്ക് നേരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സംതൃപ്തി നൽകുന്ന ഇണയുണ്ടെങ്കിൽ അത് മതിയാകും എന്നുള്ളതാണ് ലൈംഗിക മനഃശാസ്ത്ര പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വേറൊന്നും വേണ്ട, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ലൈംഗിക മനഃശാസ്ത്രം എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരം മലയാള ഭാഷയിൽ ലഭ്യമാണ്. ഇന്ത്യൻ എത്തിയസ്റ്റ് പബ്ലിഷേഴ്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, യുക്തിവാദികളെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ എങ്കിലും നമുക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ ക്വസ്റ്റ്യൻ, മുസ്ലിങ്ങളെ അറുകൊല ചെയ്യാനും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനും ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെൻറ്റിനെയും ഇൻ്റലിജൻസ് ബ്യൂറോയും മിലിറ്ററി പോലീസ് സിസ്റ്റത്തിനെയും പോരാത്തതിന് നീതിന്യായ സംവിധാനം വരെ ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നവരോടുള്ള ഇസ്ലാമിക സമീപനം എന്താണ്? ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാൻ ഇന്ത്യയുടെ ഗവൺമെൻറ്റിനെയും ഇൻ്റലിജൻസ് സംവിധാനത്തെയും നീതിന്യായ വ്യവസ്ഥയെയും എല്ലാം ഉപയോഗിക്കുന്നവരോടുള്ള മുസ്ലിങ്ങളുടെ സമീപനം എന്താണെന്നാണ്. യഥാർത്ഥത്തിൽ സഹോദരി പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ എല്ലാ തലങ്ങളെയും, അതിൻ്റെ ജുഡീഷ്യറി മുതൽ എക്സിക്യൂട്ടീവ് വരെയുള്ള എല്ലാ തലങ്ങളെയും മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും ആ രീതിയിൽ ഇന്ത്യൻ ഭരണകൂടം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് വിശ്വസിക്കാനും കഴിയില്ല. എന്നാൽ അതേസമയം തീർച്ചയായും മുസ്ലിങ്ങളോട് കുടിപ്പകയുള്ള ആളുകൾ, വർഗീയത ഒരു പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച ആളുകൾ, ആ ആളുകൾ അവരുടേതായ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടാകാം സ്വാഭാവികമായും ഇവയെയെല്ലാം സ്വാധീനിക്കാൻ. ഇവിടെ എന്താണ് നമ്മുടെ പ്രതിരോധം? നമ്മുടെ പ്രതിരോധം ഈ സംവിധാനങ്ങളെ നാം സ്വാധീനിക്കണം എന്നതാണ്. നാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ വർഗീയവാദികൾ, അത് മുസ്ലിം വർഗീയവാദികളായാലും ഹിന്ദു വർഗീയവാദികളായാലും ക്രിസ്ത്യൻ വർഗീയവാദികളായാലും ആരായാലും അവരെല്ലാം ഇന്ത്യയിലെ മതേതര പൊതുസമൂഹത്തിൻ്റെ ശത്രുക്കളാണ്. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം അടങ്ങുന്ന മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും മാനിക്കുന്ന ഇന്ത്യയിലെ മതേതര പൊതുസമൂഹത്തിൻ്റെ സെക്യുലർ സിവിൽ സൊസൈറ്റിയുടെ ശത്രുക്കളാണ് ഇവർ. ഇവരെ തോൽപ്പിക്കേണ്ടത് ഇവിടുത്തെ മതേതര പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം മതേതര പൊതുസമൂഹം നിർവഹിക്കേണ്ടത് ഭരണകൂടത്തെ ഒരിക്കലും വർഗീയവൽക്കരിക്കാൻ അനുവദിക്കാതെയാണ്. അതിനാവശ്യം മതേതര പ്രതിബദ്ധതയുള്ളവരെ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് എത്തിക്കുകയാണ്. നമ്മുടെ വോട്ടവകാശം വർഗീയവാദികൾ ഒരിക്കലും ഭരണത്തിൻ്റെ തലപ്പത്ത് എത്താതിരിക്കാനും മതേതര പ്രതിബദ്ധതയുള്ളവർ മാത്രം ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് എത്താനും വേണ്ടി ഉപയോഗിക്കുക മാത്രമാണ് ഇതിൻ്റെ പരിഹാരം.
അത് ഭരണകൂടമായാലും ജുഡീഷ്യറി ആയാലും എവിടെയായാലും ഒന്നാമതായി സമൂഹത്തിൽ വർഗീയത വളർത്താനുള്ള പരിശ്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും മീഡിയയുടെ അത്തരം ഇടപെടലുകളെ മീഡിയ കൊണ്ട് തന്നെ നേരിടുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ ഉണ്ടാവുകയും എല്ലാം വേണം ഒരു വശത്ത്. മറുവശത്ത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നു ഇവിടെ എക്സിക്യൂട്ടീവ് ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് വർഗീയവാദികൾ എത്തുന്നു. എന്തുകൊണ്ട് എത്തുന്നു എന്ന് ചോദിച്ചാൽ വർഗീയവാദികൾ ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രീയത്തെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി സമർത്ഥമായി ഉപയോഗിക്കണമെന്ന് ആലോചിക്കുന്നു, അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീഴാനുള്ള പണി നടത്തുന്നു. ഇത് തടഞ്ഞുകൊണ്ട് വർഗീയവാദികളുടെ ബാലറ്റ് ബോക്സിലേക്ക് ഒരിക്കലും വോട്ട് പോകാതിരിക്കാനും വോട്ട് മുഴുവൻ മതനിരപേക്ഷതയോട് പ്രതിബദ്ധതയുള്ള സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാനുമുള്ള ഇടപെടലുകൾ അത് മുസ്ലിങ്ങൾ ഒരു സമുദായം എന്ന നിലക്കും മതേതര പൊതുസമൂഹം മൊത്തത്തിലും നടത്തിയാൽ ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇന്ത്യയിൽ ആർക്കുള്ള പ്രശ്നങ്ങളും, അത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളായാലും ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളായാലും ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളായാലും, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ആരും നടത്താൻ പാടില്ലാത്തതാണ്. അത് ഒന്നാമതായി ഇസ്ലാമിനെതിരാണ്, രണ്ടാമതായി ഇന്ത്യൻ ഭരണഘടനയ്ക്കും എതിരാണ്. ഇന്ത്യയിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കേണ്ടത് നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ഇന്ത്യയിൽ നിന്നല്ല, ഏത് ഭരണകൂടത്തിന് കീഴിൽ ഏത് വ്യവസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും, അത് ഇസ്ലാമിക വ്യവസ്ഥിതിയായാലും ഇസ്ലാമികേതര വ്യവസ്ഥിതിയായാലും എന്തായാലും ഒരു വ്യവസ്ഥിതിക്ക് കീഴിൽ ഒരു ഭരണത്തിന് കീഴിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അവകാശ നിഷേധങ്ങളും അനീതികളും പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കേണ്ടത് നിയമപരമായ നിയതമായ മാർഗങ്ങളിൽ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ്. അതല്ലാതെ ഓരോ വ്യക്തികളും ഗ്രൂപ്പുകളും സമുദായങ്ങളുമെല്ലാം അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയുധം എടുക്കാൻ തുടങ്ങിയാൽ ഒരു രാഷ്ട്രത്തിനും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഭരണകൂടത്തിനുമേൽ നിയതമായ ന്യായമായ മാർഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനും മതേതര പ്രതിബദ്ധതയുള്ളവരെ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് എത്തിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അതല്ലാതെ സായുധമായൊരു ഏറ്റുമുട്ടൽ അത് സമുദായങ്ങളോടായാലും ഭരണകൂടത്തോടായാലും ഇസ്ലാമോ ഇന്ത്യൻ ഭരണഘടനയോ നമ്മുടെ യുക്തിബോധമോ ഒന്നും അനുവദിക്കുന്നില്ല. അത് ആത്യന്തികമായി നമുക്ക് ദോഷം മാത്രമേ ചെയ്യൂ എന്നതാണ് സത്യം. ഇതോടുകൂടി മുഹമ്മദ് നബിയെ അറിയുക എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പൊന്നൊളി പറത്തുവാനെത്തിയ തിരുദൂതർ സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ ആലംബമായിരുന്ന പിതൃവ്യൻ വിട ചൊല്ലി സാന്ത്വനമേകും പ്രിയ പത്നിയും പിരിഞ്ഞുപോയി. വിശ്വസ്തനെന്നു വിളിച്ചാദരിച്ചിരുന്നോരിൽ ഇല്ലിനി ആരോമൽപ്പം ആശ്വാസമരുളുവാൻ. ഇത്തിരി തണൽ തേടി എത്തുന്നു ത്വായിഫിലെ മുഖ്യരാം സഖീഫ് എന്ന ഗോത്രത്തിനരികത്ത്. വിളിച്ചു നേതാക്കന്മാർ തെമ്മാടി ചെറുക്കരെ അത്തിരു ഗുരുവിനെ ആട്ടിയോടിക്കാനായി. ഭ്രാന്തനെന്നാർത്തു വിളിച്ചോടുന്നു ചെറുപ്പക്കാർ. കല്ലുകളെറിയുന്നു, കുട്ടികൾ കുകിടുന്നു. മുന്നിലായി ദീനനായി ഓടുന്നു തിരുദൂതർ. മുഖവും മേനിയാകെ ചോരയാൽ നനയുന്നു. മാനവ ജീവിതത്തിൻ തമസിൻ ഗോപുരത്തിൽ പൊന്നൊളി പറത്തുവാനെത്തിയ തിരുദൂതർ സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ